ഹലാൽ ഭക്ഷണം വേണ്ടവർ കഴിച്ചോട്ടെ, അല്ലാത്തവരെ അത് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഉചിതമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് എയർ ഇന്ത്യ. നടപടിയെ സ്വാഗതം ചെയ്ത് യാത്രക്കാർ. എയർ ഇന്ത്യ വിമാനത്തിൽ ഹിന്ദു സിഖ് യാത്രക്കാർക്ക് ഇനി ഹലാൽ ഭക്ഷണം നൽകില്ല. മുസ്ലിം യാത്രക്കാർ മുൻകൂട്ടി ബുക്ക് ചെയ്ത ഭക്ഷണങ്ങൾ മാത്രമേ എയർ ഇന്ത്യ മുസ്ലിം മീൽ എന്ന് അടയാളപ്പെടുത്തൂ. അത്തരം ഭക്ഷണം സ്പെഷ്യൽ ഫുഡ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. മുസ്ലിം യാത്രക്കാർക്കായി മുൻകൂട്ടി ബുക്ക് ചെയ്ത MOML ഭക്ഷണം മാത്രമേ ഹലാൽ സർട്ടിഫിക്കേഷന്റെ പരിധിയിൽ വരൂ. കൂടാതെ ജിദ്ദ, ദമാം, റിയാദ്, മദീന തുടങ്ങിയ സൗദി അറേബ്യയിലെ വിവിധ മേഖലകളിലേക്കുള്ള ഹജ്ജ് വിമാനങ്ങളിലെ എല്ലാ ഭക്ഷണത്തിനും ഹലാൽ സർട്ടിഫിക്കറ്റ് ഒരുക്കും. ഹലാൽ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കാത്ത യാത്രക്കാരെ കണക്കിലെടുത്താണ് എയർ ഇന്ത്യയുടെ ഈ നടപടി. മാത്രമല്ല, മറ്റു മതവിശ്വാസികളുടെ വികാരം മാനിക്കാൻ സാധിക്കും. എയർ ഇന്ത്യയുടെ ഈ നീക്കം യാത്രക്കാർക്കിടയിൽ, പ്രത്യേകിച്ച് മതബോധമുള്ള വിഭാഗക്കാർക്കിടയിൽ നല്ല സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ഈ വർഷം ജൂൺ 17-ന് വിരുദുനഗറിൽ നിന്നുള്ള കോൺഗ്രസ് MP മാണിക്യം എയർ ഇന്ത്യയുടെ ഭക്ഷണത്തിൽ മതപരമായ ലേബലിംഗ് നടത്തുന്നതിനെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ച് ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം ഭക്ഷണം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ട് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തെ സമീപിച്ച MP സംഖ്യകൾ എയർ ഇന്ത്യ പിടിച്ചെടുത്തോ എന്ന് ചോദിച്ചുകൊണ്ട് ഗൗരവമായ ആരോപണവും ഉന്നയിച്ചിരുന്നു. എയർ ഇന്ത്യയുടെ ഈ പുതിയ തീരുമാനത്തെ വലിയൊരു വിഭാഗം ആളുകൾ അഭിനന്ദിക്കുന്നു. നിരവധി പേർ തങ്ങളുടെ സന്തോഷവും ആശ്വാസവും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. എയർ ഇന്ത്യയുടെ ഈ നടപടിക്ക് അവർ നന്ദിയും അറിയിച്ചു. എല്ലായ്പ്പോഴും യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഭക്ഷണത്തിന് വ്യത്യസ്ത ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് എന്ന് ഒരു എയർ ഇന്ത്യ ഉദ്യോഗസ്ഥൻ പറയുന്നു. എന്നാൽ വിസ്താരയുമായി ലയിച്ചതോടെ എയർ ഇന്ത്യ കൂടുതൽ വളർന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഭക്ഷണ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട് എന്നും അതിനാൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്നും എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കി. ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എയർ ഇന്ത്യയെ നയിച്ചത് ഒരു പരാതിയാണ്. വിസ്താര എയർലൈൻസിൽ യാത്ര ചെയ്യുന്നതിനായി എടുത്ത ടിക്കറ്റിൽ അതിൽ 2 രീതിയിലുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുന്നതായാണ് പരാതികൾ ഉയർന്നത്. ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് അനുവദിക്കുന്ന ടിക്കറ്റിന്റെ കോപ്പി മാധ്യമപ്രവർത്തക ആരതി ടിക്കു സിംഗ് ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. എന്തുകൊണ്ടാണ് വിസ്താര തങ്ങളുടെ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളെ ഹിന്ദു ഭക്ഷണമെന്നും ചിക്കൻ ഭക്ഷണത്തെ മുസ്ലിം ഭക്ഷണമെന്നും അടയാളപ്പെടുത്തുന്നത് എന്നായിരുന്നു ആരതിയുടെ ചോദ്യം. എല്ലാ ഹിന്ദുക്കളും സസ്യാഹാരികളാണ് എന്നും എല്ലാ മുസ്ലിങ്ങളും മാംസാഹാരികളാണ് എന്നും നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്നും അവർ വിസ്താര എയർലൈൻസിനോട് ചോദ്യം ചോദിച്ചു. ആരതിയുടെ ടിക്കറ്റിൽ ഒരു ഹിന്ദു ഭക്ഷണവും ഒരു മുസ്ലിം ഭക്ഷണവും ബുക്ക് ചെയ്തതായാണ് കാണിച്ചിരുന്നത്. അതേസമയം വിമാന കമ്പനികളുടെ ഭക്ഷണ കോഡുകൾ തീരുമാനിക്കുന്നത് വിസ്താര അല്ല എന്നും അവ എയർലൈൻ ഇൻഡസ്ട്രിയിൽ ഉടനീളം ഏകീകൃതമാണ് എന്നുമുള്ള വിശദീകരണമാണ് ഇത് സംബന്ധിച്ച് ചിലർ നൽകുന്നത്. വിമാന കമ്പനികൾ, കാറ്ററിംഗ് സേവനങ്ങൾ, ഗ്രൗണ്ട് സ്റ്റാഫ് എന്നിവർ ഭക്ഷണ കാര്യങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനും വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിനും ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനാണ് ഏകീകൃത ഭക്ഷണ കോഡുകൾ പുറപ്പെടുവിക്കുന്നത്. വിമാനങ്ങളിലെ ഹിന്ദു ഭക്ഷണം എന്നത് സസ്യാഹാരമായിരിക്കണമെന്നില്ല. അത് ഹലാൽ അല്ലാത്ത ഒരു നോൺ വെജ് ഭക്ഷണവും ആയിരിക്കാമെന്ന് അവിയലാസ് കൺസൾട്ടൻസിന്റെ CEO സഞ്ജയ് ലാസർ പ്രതികരിച്ചിരുന്നു. അതുപോലെ മുസ്ലിം ഭക്ഷണം എന്നത് ഹലാലായ നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ് എന്നും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അയാട്ടയുടെ ഭക്ഷണ കോഡുകൾ കാലഹരണപ്പെട്ടതാണ് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ജെറ്റ് എയർവേസ് മുൻ CEO സഞ്ജീവ് കപൂറും രംഗത്തെത്തി. GDS അടിസ്ഥാനമാക്കിയുള്ള എയർലൈനുകളിലുടനീളം ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് അന്താരാഷ്ട്ര ഭക്ഷണ കോഡുകളാണ് ഇവ. എന്നിരുന്നാലും അയാട്ടയോ ബന്ധപ്പെട്ട അധികൃതരോ ഇത് കാലഹരണപ്പെട്ടതും അമ്പരപ്പിക്കുന്നതുമായ ഭക്ഷണ കോഡുകൾ നവീകരിക്കണം എന്നായിരുന്നു തന്റെ നിലപാട് എന്നും കപൂർ പറഞ്ഞിരുന്നു. എയർലൈൻ ഷെഡ്യൂളുകൾ, നിരക്കുകൾ, റിസർവേഷൻ ടിക്കറ്റിംഗ് ആവശ്യങ്ങൾക്കുള്ള ലഭ്യത എന്നിവ ആക്സസ് ചെയ്യുന്നതിനായി ട്രാവൽ ഏജന്റുമാരും ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് നെറ്റ്വർക്കാണ് GDS. വ്യത്യസ്ത വിമാന കമ്പനികളുടെ ടിക്കറ്റ് ബുക്കിംഗും വിൽപ്പനയും സുഗമമാക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് ഈ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചിരിക്കുന്നത്. അതേസമയം വിസ്താരയുടെ വെബ്സൈറ്റിൽ ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം ഭക്ഷണങ്ങളെ സംബന്ധിച്ച പരാമർശങ്ങൾ ഒന്നുമില്ല. മാംസാഹാരം, മുട്ടകൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടുത്താത്ത വെജിറ്റേറിയൻ വിഗൻ മീൽ VGML, മാംസാഹാരമോ കിഴങ്ങ് വിഭാഗത്തിൽപ്പെട്ട പച്ചക്കറികളോ ഉൾപ്പെടാത്ത വെജിറ്റേറിയൻ ജെയിൻ മീൽ VJML, മുട്ടയും പാലുൽപ്പന്നങ്ങളും അടങ്ങിയിരിക്കുന്ന വെജിറ്റേറിയൻ ലാക്ടോ ഓവോ മീൽ VLML എന്നിങ്ങനെയാണ് വെജിറ്റേറിയൻ ഭക്ഷണങ്ങളുടെ പട്ടിക നൽകിയിരിക്കുന്നത്. അതേസമയം അവസാന സർവീസ് പൂർത്തിയാക്കി വിസ്താര എയർ ഇന്ത്യയിൽ ലയിച്ചു കഴിഞ്ഞു. മുംബൈ, ഗുജറാത്ത്, അഹമ്മദാബാദ്, ഒഡീഷ വിമാനത്താവളങ്ങളിൽ ജീവനക്കാർ വിസ്താര വിമാനങ്ങൾക്ക് യാത്രയയപ്പ് നൽകി. സമൂഹ മാധ്യമങ്ങളിലൂടെയും നിരവധി ആളുകളാണ് വിസ്താരയ്ക്ക് നന്ദി പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.